ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 31/12/2024, അതായത് ഇന്നലെ 23,668 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,637 എന്ന ലെവലിലാണ്. ഏതാണ്ട് ചാർട്ട് പ്രകാരം 31 പോയിന്റ് മൈനസ് ഗ്യാപ് ഡൗൺ ആണ്. എന്നാൽ ആദ്യത്തെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിലായിരുന്നു കൃത്യമായും ഒരു അപ്പ് മൂവ് കിട്ടി. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന, അതായത് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കയറി ക്ലോസ് ചെയ്യാൻ, ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു പ്രഷർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിയുമായിരുന്നു. തുടർന്നുള്ള ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ തന്നെ ഇതൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആയേക്കാം എന്നുള്ള ചിന്ത കടന്നവർക്ക് കഴിഞ്ഞ ദിവസത്തെ ഹൈ അതല്ലെങ്കിൽ ഡേയ്സ് ഹൈ ആ ഒരു ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞ ആർക്കും കൃത്യമായ ടാർഗറ്റ് കിട്ടി. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,564 എന്ന ലെവൽ കൃത്യമായും ടെസ്റ്റ് ചെയ്തു. ആ തരത്തിൽ ഞാൻ ഇന്നലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു: ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിൽ അത്തരത്തിൽ ഇവിടെ നിന്നും 564 മുതൽ 626 വരെ ഉള്ള ലെവലാണ്. അപ്പോൾ ആ ലെവലിലേക്ക് വീണ്ടും ഒന്ന് റെസിസ്റ്റൻസ് ഏരിയയിലോട്ട്, ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വന്നാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയി മാറേണ്ടതാണ്. ആ തരത്തിൽ ഒരു റിവേഴ്സൽ കിട്ടുമ്പോൾ ഇത് ട്രേഡ് ചെയ്യാമെന്ന് കരുതിയ ഏതൊരാൾക്കും ഇത് കൃത്യമായി ഇവിടെ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുമായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും സപ്പോർട്ടിൽ വന്നതിന് ശേഷം അഥവാ റെസിസ്റ്റൻസിൽ വന്ന് അത് ബ്രേക്ക് ചെയ്തെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ തരത്തിൽ ഇതേ കോള് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നവർക്ക്, അതല്ല റീ എൻട്രികൾക്ക് ശ്രമിച്ചവർക്ക് തീർച്ചയായും ഒരു നല്ല മൂവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നീട് രേഖപ്പെടുത്തിയിരുന്നത് 23,813 ആണ്. ഇത്തരത്തിലൊരു അപ്പ് മൂവ് പുതിയതായിട്ട് ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലേക്ക് കിട്ടിയപ്പോൾ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അത് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് കൃത്യമായ ഇടങ്ങളിൽ നിന്നും പ്രൈസ് തിരിയുന്നത് കണ്ട് റീ എൻറ്റർ ചെയ്യാൻ കഴിഞ്ഞ ഏവർക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,813 23,824 എന്ന ലെവൽ വരെ പ്രൈസ് ഇന്ന് അപ്പർ സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നിഫ്റ്റി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 23,750 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 718 ഒരു മൈനർ സപ്പോർട്ടും, കഴിഞ്ഞ ദിവസമേ രേഖപ്പെടുത്തിയിട്ടുള്ള 23,878 എന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ, അതിന് മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ 23,939 എന്ന അതിനു മുകളിലുള്ള മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഉയരം അത് ആണ് 23,823 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 23,878 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ 23,939 24,019 എന്നിങ്ങനെയുള്ള ലെവലുകൾ ആണ് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 23,677 എന്ന ലെവലിന് താഴെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട്
വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടെ ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ലെവലുകളാണ് ടാർഗറ്റുകളായി ലഭിക്കേണ്ടത്. അതിൽ പ്രധാന ലെവൽ ഇന്നത്തെ ലോയാണ് 23,561. അത് ബ്രേക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് 23,482 എന്ന ലെവലിലേക്ക് തീർച്ചയായും പ്രൈസ് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എൻ്റെ ഒരു പ്ലാൻ അങ്ങനെയാണ്. 51,051 എന്ന ലെവൽ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 51,788 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഉള്ളത്. എന്നാൽ അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസുകളായി 51,330 എന്ന ഇന്നത്തെ ഡേ ഹൈ, 51,565 എന്ന മറ്റൊരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 51,565, 788, 52,008 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 50,765 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി വീക്ക് ആയേക്കാം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. 50,575, 484, 379, 50,155 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 50,376 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. 78,517 സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 79,406 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 79,093, 257 എന്നിങ്ങനെയുള്ള ലെവലുകളും ഇന്നത്തെ ഉയരമായ 78,758 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരമാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,093. എന്നാൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ 79,000 എന്ന റേഞ്ചിൽ എത്തുമ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ടായേക്കാം. അപ്പോൾ അത് നമ്മൾ കരുതലോടെ ഇരുന്ന് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമാണ് തുടർന്നുള്ള അപ്വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 78,310 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി പ്രൈസ് വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 78,155, 78,019, 77,898 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്.
ഇതിൽ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കറിയാം അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായിരിക്കും. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇത്രയുമാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങൾക്കും ഗുണകരമെങ്കിൽ ഉപയോഗപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പബ്ലിക് ചാനലിൻ്റെ ടെലഗ്രാം പബ്ലിക് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കൂടി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആർക്കെങ്കിലും പേഴ്സണലായി എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ എനിക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് ക്ലോസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നാളെയും ഇത് തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന, നല്ല ലാഭം ലഭിക്കുന്ന മൂവ്മെൻറ്റുകൾ എല്ലാ ഇൻഡെക്സിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്